മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സംഭവ വികാസങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായേ തീരൂ. ഓരോ സാന്നിധ്യമല്ല, പർപ്പസ്ഫുള്ളായി പ്രവർത്തിക്കാൻ പറ്റിയ, ലക്ഷ്യബോധമുള്ള, ഇടപെടൽ ശേഷിയുള്ള പക്ഷമായി ഇടതുപക്ഷത്തിനെ മാത്രമേ പ്രതീക്ഷിക്കുള്ളൂ പാവങ്ങൾക്ക്. കാരണം മതനിരപേക്ഷതയും ജനാധിപത്യവും പൗരാവകാശങ്ങളും രാഷ്ട്രപരമാധികാരവും എല്ലാം വെല്ലുവിളിക്കപ്പെടുകയാണ്. അതിനെല്ലാം പണയം വയ്ക്കുന്ന, ഒറ്റുകൊടുക്കുന്ന, തുരങ്കം വയ്ക്കുന്ന ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റും ഇതിനെ നയിക്കുന്ന RSSും ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള സാമ്രാജ്യവാദത്തിൻ്റെ പുറകെ ഒരു വാലാട്ടിയെപ്പോലെ പോകുന്ന ഐഡിയോളജി അതിലുണ്ട്. ട്രംപിൻ്റെ വഴിക്കാണ് ഇന്ത്യയെ കൊണ്ടുപോകാൻ മോദിയുടെ ശ്രമം. യുദ്ധമാകട്ടെ, കൊള്ളകളാകട്ടെ, രാഷ്ട്രങ്ങളുടെ പരമാധികാരമാകട്ടെ, എല്ലാ വിഷയങ്ങളിലും സാമ്രാജ്യത്വവും ട്രംപും പറയുന്ന എല്ലാ കൽപ്പനകളെയും അനുസരിക്കുന്നൊരു ദാസനായി മോദി മാറിക്കഴിഞ്ഞു. ആ ചുറ്റുപാടിൽ ജനങ്ങൾക്ക് മേൽ പുതിയ പുതിയ ആക്രമണങ്ങളും മർദ്ദനങ്ങളും അടിച്ചമർത്തലും എല്ലാം ഉണ്ടാകുമെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ, അവർക്ക് വേണ്ടി പോരടിക്കാൻ, ന്യൂനപക്ഷാവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, ദളിതരെ, ആദിവാസികളെ, സ്ത്രീകളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ എല്ലാം സംഘടിപ്പിക്കാനും അവരുടെ എല്ലാ അവകാശപാതയിൽ പോരാടാനും ഇവിടെ ഇന്നുള്ളതിനേക്കാളും ശക്തമായ ഇടതുപക്ഷം വേണമെന്ന് ഈ കാലം പറയുന്നുണ്ട്. നിങ്ങളത് കേൾക്കുന്നുണ്ട്. അതോടെ ഞങ്ങൾക്കറിയാം, പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ തിരുത്തി ശക്തിപ്പെട്ടേ തീരും. ഞങ്ങൾക്കറിയാം നിങ്ങൾ ആ വഴിക്ക് നീങ്ങും. ഈ വാണിംഗ് നൽകി എന്ന് പറയുന്നതിൽ പാർട്ടി അണികളുണ്ടോ? വൈക്കത്തും ചാത്തന്നൂരിലൊക്കെ തന്നെ പരാജയത്തെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടല്ലേ പാർട്ടി കാണുന്നത്? വൈക്കത്തും ചാത്തന്നൂരും അടക്കം പല സ്ഥലങ്ങളിലും പരിശോധിക്കുമ്പോഴത്തേക്ക് ഞങ്ങളതും നോക്കണം. ഞങ്ങളുടെ തന്നെ ബന്ധുക്കൾ, ഞങ്ങളുടെ സഖാക്കൾ എന്ത് കാരണം കൊണ്ടായാലും ഞങ്ങളെ വിട്ടുപോയിട്ടുണ്ടോ? ഒരിക്കലും ഇടതുപക്ഷം പരാജയപ്പെട്ടു കൂടാത്ത സ്ഥലങ്ങളുണ്ട് ചിലത്. അവിടെ അടക്കം പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായവരുടെ പരാജയം ഉണ്ടാവില്ല. CPM പോലൊരു പാർട്ടി, അതൊരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് ഞങ്ങൾ. അതൊരു ഇടതുപക്ഷ പാർട്ടിയാണ്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത പാർട്ടിയാണത്. ആ പാർട്ടിയുടെ ചേരി വിട്ട് വലതുപക്ഷ ഭാഗത്തേക്ക് പോയ 3 പേർ ജയിച്ചിരിക്കുന്നു. ചെറിയ കാര്യമല്ല അത്. അതൊരു മുന്നറിയിപ്പാണ് ഞങ്ങൾക്ക്. അത് CPM മാത്രം. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് 2 പേര് BJP ചേർത്തിരിക്കും. CPI പറയുമ്പോൾ ഞങ്ങളുടെ വീഴ്ച ഞങ്ങൾ ചെറുതായി കാണില്ല, ഞങ്ങൾ കുറവുകളെ മൂടി വയ്ക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോയവരെ പറ്റി വിളിക്കാൻ വേറെ പേരില്ല. ആ പേര് വർഗ വഞ്ചകരെന്നാണ്. പക്ഷെ അങ്ങനെയുള്ളവർ ഞങ്ങളുടെ പാർട്ടിക്കകത്തും ഉണ്ടായിട്ടുണ്ട്. അതേപ്പറ്റി ഞങ്ങൾ പഠിക്കണം. അതെല്ലാ പരാജയങ്ങൾക്ക് ഗൗരവമുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പരാജയത്തിന് മുമ്പ് നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനും തിരുത്താനും മുന്നോട്ട് പോകാനും കടമയുണ്ട്. പക്ഷേ അവർ കളം വിട്ടൊഴിഞ്ഞു പോകാൻ പാടില്ല. ഭീരുക്കളെ പോലെ നിലവിളിക്കാൻ പാടില്ല. അവർ ശത്രുവിൻ്റെ വാദങ്ങൾ ഏറ്റുപിടിക്കാനും പാടില്ല. പ്രസ്ഥാനം തന്നെയാണ് ശരി, പ്രസ്ഥാനമാണ് ഭാവി. അതുകൊണ്ട് LDF അല്ലാതെ വേറൊരു പോംവഴിയില്ല. LDF ആണ് എല്ലാ തരത്തിലും ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി പടവെട്ടാനും ജനങ്ങളെ നയിക്കാനുള്ള പ്രസ്ഥാനമെന്ന് നല്ല ബോധ്യം CPIക്കുണ്ട്. വ്യക്തികളെ ഉയർത്തി കാണിച്ചതാണ് ഇങ്ങനെ ഒരു തോൽവിക്ക് കാരണമായത് എന്ന് പല കോണുകളിൽ നിന്ന് വിമർശനം, പ്രത്യേകിച്ച് CPM കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. അത്തരത്തിലേക്കുള്ള വിലയിരുത്തലുകൾ ഇതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിച്ച പല പാഠങ്ങൾ, ലോകത്തിൻ്റെ തന്നെ അനുഭവത്തിൽ പഠിച്ച പാഠങ്ങൾ ഒന്നതാണ്. വ്യക്തിപൂജയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മാർഗമായോ നയമായിട്ടോ ഉൾക്കൊള്ളാൻ പാടില്ല. അതൊരു പിഴവാണ്. വ്യക്തിപൂജയുടെ പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റാണത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം. ഞങ്ങളുടെ പാർട്ടിക്ക് ബോധ്യമുണ്ട്. ആ പോസ്റ്റ്, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണ്. ആ CPIക്ക് കിട്ടും.
കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, CPM-ന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? CPM നേതാക്കൾ പറഞ്ഞത് കീഴ്വഴക്കമാണ്, പിന്നെ സാങ്കേതികമാണ്. ഭരണഘടനാ പ്രകാരം അങ്ങനെയൊന്നില്ലെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കും അറിയാം. ഭരണഘടനാ പ്രകാരം അങ്ങനെയൊന്നില്ല. പക്ഷേ കേരളത്തിൽ അതുണ്ട്. അത് എല്ലാ തവണയും നേതാവ് ഉപനേതാവും ഒരു പാർട്ടി തന്നെ ആകാൻ നിർബന്ധമൊന്നുമില്ല. എന്നാരും പറയുന്നുമില്ല, വഴക്കവുമില്ല. അത് മാറി വരാം. ചില വഴക്കങ്ങൾ മാറണം. അങ്ങനെ മാറേണ്ടൊരു വഴക്കമാണ് ഈ വഴക്കം. ഇത് മാറും. ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവ് ആകണമെന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി CPIക്ക് കുറച്ച് പറയാൻ പണ്ടേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് CPM-ൻ്റെ അവകാശമാണ്. LDF-ലെ പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടി CPM ആണ്. ആ പാർട്ടി ആരെ തീരുമാനിക്കുന്നുവോ ആ സഖാവായിരിക്കും പ്രതിപക്ഷ നേതാവ്. അതിൽ ചോദ്യം ഒറ്റ കാര്യമുള്ളൂ. നിലവിലെ നേതാവ്, നിലവിൽ നയിക്കുന്ന ആള് തന്നെ നയിക്കുന്ന ഈ ഒരു സിസ്റ്റം തന്നെ മതിയോ എന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊക്കെ തീരുമാനിക്കാനുള്ള പക്വത CPM-നുണ്ട്, രാഷ്ട്രീയ CPM-നുണ്ട്, അനുഭവസമ്പത്ത പാർട്ടിക്കുണ്ട്. ആ പാർട്ടിയുടെ അവകാശമാണത്. ഞങ്ങളതിനെ മാനിക്കുന്നവരായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് അവലോകന ഞങ്ങൾ LDF-ൻ്റെ ഭാഗം തന്നെയാണ്. LDF വിട്ട ഒന്നും CPIക്ക് ഇല്ല, ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രാഥമിക അവലോകനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ആണോ ഈ ഒരു ഏത് പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ അത് കൂടി പരിഗണിച്ച് വേണ്ടേ ഒരു തീരുമാനം എടുക്കാൻ? അല്ല, ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ട് പുതിയ സാഹചര്യത്തിൽ എല്ലാ പാർട്ടികൾക്കും അതേപ്പറ്റി എല്ലാം പഠിക്കാനും ചിന്തിക്കാനും അവസരം ഇനിയും ഉണ്ടാകുമല്ലോ. ഇപ്പോഴത്തെ ഘട്ടത്തിൽ CPI പറയുന്നത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഒരാഴ്ച പിന്നിട്ടു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനിച്ചില്ല. ചർച്ചകൾ തുടരുകയാണ്. 3 പേർ സജീവമായി അവകാശവാദവുമായി രംഗത്തുണ്ട്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കകത്ത് ഇടപെട്ടുകൊണ്ടൊരു കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സുഹൃത്തല്ല, ലെഫ്റ്റിൻ്റെ ബന്ധുവല്ല, ഒരു കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞതാണ്. എനിക്ക് തമാശ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഇവർ 3 പേരും ഒരുപോലെ വേണ്ടപ്പെട്ടവരാണ്. ആരും ആരേക്കാളും ചെറുതുമല്ല വലുതുമല്ല. KC-യും RC-യും VD-യും എല്ലാം പ്രിയപ്പെട്ടവരാണ്. ആരെയും വിടാൻ പറ്റില്ല ഞങ്ങൾക്ക്. അദ്ദേഹം പറഞ്ഞത് ഒരു കസേര പക്ഷേ ഒന്നേ ഉള്ളൂ, ഒരു കസേര 3 ആളുകൾ. അദ്ദേഹം പറഞ്ഞത് 3 മുറിക്കണം ആ കസേരയെ. ഇവിടെയും കൂടാൻ പാടില്ല, അവിടെയും കൂടാൻ പാടില്ല. തുല്യമായ 3 കസേര മുറിക്കുക. ഓരോ കഷ്ണം വീതം RC-ക്കും KC-ക്കും VD-ക്കും എല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞു. ആണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഫോർമൽ വരുമായിരിക്കും. അത് കേട്ടപ്പോൾ തമാശ തോന്നി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.